Hey guys, welcome to I First Smart Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയും ഈസി റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് എഗ് പുലാവ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനും പിന്നെ ഡിന്നറിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു കടായിലേക്ക് 3 to 4 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ക്യുമിൻ സീഡ്. ഇനി ഇതിലേക്ക് 2 ഓണിയൻ ചോപ്പ് ചെയ്തത്, 2 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്ത് ഒരു ഓണിയൻ്റെ കളർ മാറുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് കൊടുത്ത് ഇതൊരു ഫ്രൈ ആയി വരുന്നവരൊന്ന് സോട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് കൊറിയൻഡർ പൗഡർ 1 സ്പൂൺ, റെഡ് ചില്ലി പൗഡർ 1 സ്പൂൺ, ടർമറിക് പൗഡർ 1/4 സ്പൂൺ, ക്യുമിൻ പൗഡർ 1/2 സ്പൂൺ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇതിനെ ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതിന് ശേഷം 4 മുട്ട ഒന്ന് പൊട്ടിച്ചത് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. ഇതിനെ 4 to 5 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്യണം. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് കുക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്. സാധാരണ ബിരിയാണി കുക്ക് ചെയ്യുന്നത് പോലെ ഹോൾ മസാല ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, 1/2 ലെമൺ ജ്യൂസ് ഇതൊന്ന് ചേർത്തിട്ട് ഇത് നമുക്ക് 10 to 15 മിനിറ്റ്സ് ഒന്ന് ദമ്മിൽ വെക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ എഗ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിനെ വീട്ടിൽ ട്രൈ ചെയ്യണം. അതുമല്ലാതെ നിങ്ങൾ മറക്കാതെ ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.